ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മീ ആയിഷ നൂറു. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊന്നിയരി കഫ്സ ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ചിക്കനിൽ കുറച്ച് മുമ്പേ പൊടികളൊക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനി ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് അതേ ഓയിലിൽ തന്നെ നമ്മൾ ഒരരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എന്നിവയായിരുന്നു ആ അരപ്പ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും മുളകും കുറച്ച് ഉള്ളിയും തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം അതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല എന്നിവ ചേർക്കുക. ഇനി അതിലേക്ക് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊന്ന് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം കഫ്സ മസാലയും മാഗി ക്യൂബ്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അത് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കുക. അരിയും ആ മസാലയും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് റെഡിയായി. പിന്നെ നമുക്ക് സൈഡ് ഡിഷ് വേണമല്ലോ. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ കൂട്ടിയിട്ട് നല്ല സൺഫ്ലവർ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെല്ലവും കൂട്ടിയിട്ട് ഒന്ന് ജ്യൂസ് മെഷീനിലിട്ട് അരച്ചെടുക്കുക. പിന്നെ ഓയിലും കൂട്ടി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കുക. ഒരു നല്ല ഒരു എന്താ പറയുക, അച്ചാർ പോലെയല്ല, കുറച്ചും കൂടെ ഈ ഒരു രീതിയിലാക്കിയെടുത്തതിന് ശേഷം കഴിക്കും. പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.